ചികിത്സ കിട്ടാതെ രോഗി മരിച്ചെന്ന ആക്ഷേപത്തിൽ വിശദീകരണവുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. രോഗിക്ക് കൃത്യമായ ചികിത്സ നൽകി ആൻജിയോഗ്രാം ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിൽ ആയിരുന്നില്ല എന്നും ആശുപത്രി സൂപ്രണ്ട് വിശദീകരിക്കുകയാണിപ്പോൾ. PR പ്രവീണയാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രവീണ, ആ രോഗിയുടെ ഓഡിയോയാണ് നമ്മൾ കേൾപ്പിച്ചത്. അവരുടെ വീട്ടുകാർ ഈ രീതിയിൽ ചികിത്സ കിട്ടിയില്ല എന്ന ആക്ഷേപം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താണിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിശദീകരിക്കുന്നത്? അതുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ മരുന്ന് നിർത്തിയ ശേഷമാണ് ഇദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നത്. അങ്ങനെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നവംബർ 1-ാം തീയതി രാത്രി 7 മണിയോടുകൂടി അഡ്മിറ്റ് ആകുന്നത്. ക്ഷമിക്കണം, നവംബർ 1 വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് അഡ്മിറ്റ് ആകുന്നത്. അതിനുശേഷം ഇന്നലെ വൈകുന്നേരം 10:25 ഈ രോഗി മരിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർമാർ പറയുന്ന ന്യായീകരണം, ഈ രോഗിക്ക് എല്ലാവിധ ചികിത്സയും നൽകിയിരുന്നു, പക്ഷെ ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. വൃക്കയിലെ ക്രിയാറ്റിനിന്റെ അളവ് കൂടുതലായിരുന്നു. ആ അളവ് നിയന്ത്രിക്കാതെ മറ്റ് ചികിത്സകൾ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. 10 ദിവസമെങ്കിലും മിനിമം ഇതിനായി എടുക്കും. അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ സൂപ്രണ്ടിനോട് ചോദിച്ചത്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ രോഗിയോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഡോക്ടർമാർ മറുപടി നൽകാതിരുന്നത് എന്നുള്ള ചോദ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നുള്ളതായിരുന്നു മറുപടി. അതിനർത്ഥം അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിഴവ് ഉണ്ടായിട്ടുണ്ടാകാം എന്നുള്ളത് അവർ പറഞ്ഞു തന്നെ വയ്ക്കുന്നുണ്ട്. പക്ഷേ രോഗിക്ക് വേണ്ടി ചില പൊതുപ്രവർത്തകരൊക്കെ വിളിച്ചിരുന്നു. അതുകൊണ്ട് പ്രത്യേക കെയർ കൊടുത്തിരുന്നു. അതായത് ആരെങ്കിലും വിളിച്ചാൽ മാത്രം പ്രത്യേക കെയർ കൊടുക്കുന്ന സംവിധാനത്തിലേക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രി മാറി. അങ്ങനെ വിളിക്കാനും പറയാനും ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളതും കൂടി ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. എന്തായാലും പ്രവീണ, നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം ഒരു 45 വയസ്സുള്ള മനുഷ്യരാണ്, ഒരു ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ഓഡിയോ മെസ്സേജ് ഇടാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവൻ വേണമെങ്കിൽ രക്ഷിക്കാമായിരുന്നു എന്ന് പറയുന്നത് ഒരു തോന്നൽ. അതിന് ഒരുപാട് വൈദ്യശാസ്ത്രമൊന്നും അറിയില്ലെങ്കിൽ കൂടിയും നമുക്കൊരു അങ്ങനെ ഒരു തോന്നൽ വരും ആ ഓഡിയോ കേൾക്കുമ്പോൾ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ലക്ഷ്മി, മെഡിക്കൽ ടേംസിൽ നമുക്ക് ഇതിനെ എന്തും പറഞ്ഞ് നിലനിർത്താൻ കഴിയും. ആ മെഡിക്കൽ ടേംസ് പറഞ്ഞു തന്നെയാകും മെഡിക്കൽ സമൂഹം ഇതിനെയും നമുക്കെതിരെ, മാധ്യമങ്ങൾക്കെതിരെ പറയാൻ പോകുന്നത്. ഇത്തരത്തിൽ ചികിത്സാ പിഴവ് എന്നുള്ള വാർത്ത നൽകി, രോഗിയെ കൊന്നു എന്നുള്ള വാർത്ത നൽകി എന്നൊക്കെ പറയാൻ മെഡിക്കൽ ടേംസ് ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ രോഗിയുടെ അടിസ്ഥാനപരമായ ചില അവകാശങ്ങളുണ്ട്. അത് തൻ്റെ രോഗം എന്താണെന്ന് അറിയണം, തനിക്ക് എപ്പോൾ ചികിത്സ കിട്ടുമെന്ന് അറിയണം. അതൊന്നും കിട്ടിയില്ല എന്നുകൂടി ഈ രോഗി പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു നായയെ നോക്കുന്ന അത്ര പോലും ഇതില്ലാതെ, ഒരു വിലയില്ലാതെ തന്നെ നോക്കിയില്ല എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ അവിടെ അനുഭവിച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. ഇവിടെ ഒരു പൊതുപ്രവർത്തകനെ വിളിച്ചത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് നെഞ്ചുവേദന കൂടിയപ്പോൾ ICUയിലേക്ക് മാറ്റി, ഇവിടെ നിന്ന് PRO പോയി നോക്കി എന്നൊക്കെ പറയുമ്പോഴും അവിടെ കിട്ടാതെ പോയ ചില കാര്യങ്ങളുണ്ട്. ആ രോഗിക്ക് ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നുവെങ്കിൽ അത് അവരുടെ ബന്ധുക്കളെ മനസ്സിലാക്കിക്കണമായിരുന്നു. എന്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല, വൃക്കയുടെ പ്രശ്നം, വൃക്കയ്ക്ക് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ ആ ബന്ധുക്കളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ മെഡിക്കൽ ടേംസ് പറഞ്ഞതുകൊണ്ടോ സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ സംസാരിച്ചതുകൊണ്ടോ മാത്രം ഇത് ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് അല്ലാതെ ആകുന്നില്ല. നമുക്കറിയാം, കേസും വഴക്കുമായി ഒക്കെ പോകുമ്പോൾ സ്വാഭാവികമായും ഇനി കോടതിയിലേക്കും ഒക്കെ പോവുകയാണെങ്കിൽ കൂടി മെഡിക്കൽ ടേംസ് പറഞ്ഞ് എല്ലാ ഡോക്ടർമാർക്കും ഇതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും. പക്ഷേ അനാഥമായത് ആ കുടുംബം മാത്രമാണ്. ലക്ഷ്മി, തീർച്ചയായും മെഡിക്കൽ ടേംസ് പറഞ്ഞ് തന്നെയായിരിക്കും ഇതിനെ വിശദീകരിക്കാൻ പോകുന്നത്. പക്ഷേ ആ ഓഡിയോ സന്ദേശം കേൾക്കുമ്പോൾ അത് ഒരു അദ്ദേഹത്തിന്റെ ജീവൻ പിടിച്ചു നിർത്താമായിരുന്നില്ലേ എന്ന് തോന്നിപ്പോകും ആർക്കും, ഏതൊരു സാധാരണക്കാരനും എന്നുള്ളതാണ്. പ്രവീണയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വേണുവിന്റെ കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുകയാണ്. ഷമീർ അബ്ദുള്ളാണ് ചേരുന്നത് വിവരങ്ങളുമായി. ഷമീർ, മരിച്ച ഒരാളുടെ ശബ്ദമാണ് നമുക്ക് മുന്നിൽ വന്ന് പറയുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇതാ നോക്കൂ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത് മറ്റാരുമല്ല, അവിടെ കിടന്ന് മരിച്ച ഒരാളാണ്. അതുകൊണ്ട് മറുപടി പറയേണ്ടി വരും ആരോഗ്യ വകുപ്പിന്, ആരോഗ്യമന്ത്രിക്ക്, മെഡിക്കൽ കോളേജ് അധികൃതർക്ക്. തീർച്ചയായിട്ടും വേണുവിന്റെ കുടുംബം മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകി. അവിടെ ചികിത്സിച്ച ഡോക്ടർമാരുടെ പേര് സഹിതം നൽകിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വേണുവിന്റെ സഹപ്രവർത്തകരായ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുകയാണ് ഇവിടെ. അതായത് ഇവിടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് വേണു. വേണുവിന് 2 പെൺകുട്ടികൾ മാത്രമാണ് ഉള്ളത്. ആ കുടുംബത്തിന് അയാളെ നഷ്ടപ്പെട്ടിരിക്കുന്നു.
പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം അംഗീകരിക്കാൻ തയ്യാറല്ല. വേണുവിനെ ഇത്തരത്തിൽ ചികിത്സാ നിഷേധത്തിലൂടെ ആശുപത്രി അധികൃതർ കൊലപ്പെടുത്തിയതാണെന്ന തരത്തിലുള്ള മുദ്രാവാക്യമാണ് അവർ വിളിക്കുന്നത്. എന്തായാലും ആ പ്രതിഷേധമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എന്തായാലും ഇവിടെ വലിയ ജനക്കൂട്ടം ഇപ്പോൾ ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തുകയാണ്. വൈകിട്ട് 4 മണിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടി എന്തായാലും നടത്തിയിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് പോലും വിധേയനാക്കാതെയാണ് ഇന്നലെ രാത്രിയോടുകൂടി ഇത്തരത്തിൽ ഈ മൃതദേഹം വളരെ വേഗത്തിൽ കുടുംബാംഗങ്ങൾക്ക് നൽകുകയും ചെയ്തത്. എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകും. ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം അവർ അംഗീകരിക്കുന്നില്ല. കൃത്യമായ ഒരു അന്വേഷണം ഈ മരണത്തിൽ നടത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ലക്ഷ്മി, ഇതിനകത്ത് ഇപ്പോൾ വരുന്ന വിശദീകരണം, ഇദ്ദേഹത്തിന് ക്രിയാറ്റിൻ കൂടുതലായിരുന്നു, അദ്ദേഹത്തിന് ചികിത്സ നൽകാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. ഈ പരാതികൾ മുന്നിലെത്തിയപ്പോൾ പൊതുപ്രവർത്തകർ അടക്കം ഇടപെട്ടപ്പോൾ മെച്ചപ്പെട്ട സൗകര്യം കൊടുത്തു വേണുവിന് എന്നുള്ളതാണ് ആശുപത്രി സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഷമീർ, അതിനോടുള്ള വീട്ടുകാരുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? അതായത് നമ്മൾ ഈ പ്രതികരണം വന്ന ശേഷം അദ്ദേഹത്തിന്റെ സഹോദരൻ ഓമനക്കുട്ടനുമായി സംസാരിച്ചപ്പോൾ ഓമനക്കുട്ടൻ നമ്മുടെ നേരത്തെ സൗണ്ട് ബൈറ്റിൽ നൽകിയതാണ്. അതായത് 5 ദിവസം മുമ്പ് അവിടെ കൊണ്ടു ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്ന കണ്ടീഷനായിരുന്നു. ഉടൻ ആൻജിയോഗ്രാം നടത്തണമെന്ന് ജില്ലാ ആശുപത്രി നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോലും ഈ സംവിധാനം ഉണ്ടെങ്കിൽ പോലും ആഴ്ചയിൽ ചില ദിവസങ്ങളിൽ മാത്രമാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഈ ആൻജിയോഗ്രാം സംവിധാനമുള്ളത്. അതുകൊണ്ടാണ് പേഷ്യന്റിനെ നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. അവിടെ എത്തിയ ശേഷം ഈ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തു എന്നുള്ള കാര്യം സത്യമാണ്. അവിടെ നിലത്ത് പായിട്ട് കിടത്തിയിരിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ 2 ദിവസമായി ഈ രോഗിയും ചോദിക്കുന്നുണ്ട്, അതുപോലെ ഇവരുടെ ബന്ധുക്കളും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ആൻജിയോഗ്രാം വൈകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായ മറുപടി ഇവരെ സഹോദരങ്ങൾക്കടക്കം അവർ നൽകിയിട്ടില്ല. കാരണം അവർ ഒരു നായയ്ക്ക് കൊടുക്കേണ്ട പരിഗണന പോലും തനിക്ക് നൽകിയില്ല എന്ന് മരിക്കുന്നതിന് മുമ്പ് ആ രോഗി തന്റെ ഓഡിയോ സംഭാഷണത്തിൽ പറയുമ്പോൾ എന്ത് പരിചരണമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ മെഡിക്കൽ സൂപ്രണ്ട് നൽകി എന്ന് പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അത് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്, താൻ മരിച്ചു പോയേക്കാം, അങ്ങനെ മരിച്ചു പോയാൽ അതിന് ഉത്തരവാദി തന്റെ മരണമൊഴിയായി മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥരെ ഈ കേസിൽ ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തു. അത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയിലാണ് ആ ഓഡിയോ സന്ദേശം ഇന്നലെ രാവിലെ ഇതേ സമയത്ത് ജീവിച്ചിരുന്ന ആ മനുഷ്യന് ഇടുന്നത്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ആ മനുഷ്യന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാവുകയും അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത്. പക്ഷേ ഈ ക്രിയാറ്റിൻ ലെവൽ ഇത്രയും കൂടി നിൽക്കുന്നതൊക്കെ ഒരുപക്ഷെ അവർക്ക് സാങ്കേതികമായി പറയാൻ പറ്റുന്ന കാരണങ്ങളായിരിക്കാം. പക്ഷേ അതിൽ എന്തൊക്കെ നടപടി സ്വീകരിച്ചു എന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല. ആ കുടുംബം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പരിശോധനയും നടത്തിയിരുന്നില്ല. അവിടെ തറയിൽ തന്നെ നിലത്ത് ഈ രോഗിയെ കിടത്തിയിരിക്കുകയായിരുന്നു. ഒരാൾ പോലും അവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ലക്ഷ്മി, തീർച്ചയായും വേണു ചോദിക്കുകയാണ്, എന്തിനാണ് എന്നെ കൊന്നത് എന്ന് ചോദിക്കുന്നു. അതിനുത്തരം പറയേണ്ടി വരും ആരോഗ്യവകുപ്പ്, മെഡിക്കൽ കോളേജ് ഉറപ്പായും ഉത്തരം പറയേണ്ടി വരും. അത് മെഡിക്കൽ ടേംസ് കൊണ്ട് വിശദീകരിച്ചാൽ മതിയാകുന്ന ഒന്നായിരിക്കില്ല എന്നാണ് തോന്നുന്നത്. കാരണം അദ്ദേഹം അവിടെ എന്താണ് അനുഭവിച്ചത്, അദ്ദേഹത്തിന് കിട്ടാത്ത ചികിത്സയെക്കുറിച്ച് അദ്ദേഹം എന്താണ് കാണുന്നത് ചുറ്റും എന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, അതിന് ഇരയായി മരിക്കപ്പെട്ട, ആ അനാസ്ഥയ്ക്കിരയായി മരിച്ച ഒരാൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ശബ്ദ സന്ദേശത്തിന്, ആ ശബ്ദത്തിന് മറുപടി കൊടുത്തേ മതിയാകൂ നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ സിസ്റ്റം.